ഹല്ലേലൂയ ഹല്ലേലൂയ വലതൊരിടത്തെന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടണ്ട, നിനക്ക് സമാധാനം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ അഭിസംബോധന ചെയ്യാണ്. ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടണ്ട, നിനക്ക് സമാധാനം. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തിൽ ഭയപ്പെടുവാനും സമാധാനം നഷ്ടപ്പെടുന്ന അനേകം അനുഭവങ്ങളുടെ മധ്യേ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, നീ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാണ്, നീ ഏറ്റവും ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തിയാ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഭയപ്പെടണ്ട, നിനക്ക് സമാധാനം. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം തുടർന്ന് പറയാണ്, ധീരനും ശക്തനുമായിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം പറയാ, നീ തളർന്നു പോകരുത്, നീ ധീരനും ശക്തനുമായി ഇരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മളൊരു സാക്ഷ്യം കേൾക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ശ്രവിക്കുക. ശാലോം നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ദൈവം എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മകൾക്കും 2021 മെയ് 22-ാം തീയതി കോവിഡ് വരികയും ഞാനും എൻ്റെ ഭർത്താവും ആസ്പത്രിയിൽ ആവുകയും അവിടെ നിന്ന് മെയ് 27-ാം തീയതി മെഡിക്കൽ കോളേജിലേക്ക് ആക്കുകയും ചെയ്തു. എൻ്റെ ഭർത്താവിന് ഓക്സിജൻ്റെ അളവ് കുറയുകയും ന്യൂമോണിയ ബാധിക്കുകയും ചെയ്തു. എന്നെയും എൻ്റെ ഭർത്താവിൻ്റെയും 2 ഐസിയുവിൽ ആക്കുകയും ചെയ്തു. ജൂൺ 2-ാം തീയതി ഞാൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ജൂൺ 2-ാം തീയതി എന്നാൽ എൻ്റെ ഭർത്താവ് ഐസിയുവിൽ നിന്നും അതിൽ കൂടിയ മറ്റൊരു ഐസിയുവിലേക്ക് മാറ്റി. അങ്ങനെ ഓരോ ഐസിയുവിൽ നിന്ന് 4 ഐസിയുവിലേക്ക് മാറ്റി അഡ്മിറ്റാക്കി. ജൂൺ 30-ാം തീയതി ആയപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, 48 മണിക്കൂറാണ് ഇനി ഇദ്ദേഹത്തിന് ജീവൻ അവശേഷിക്കുന്നുള്ളൂ, 48 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ എന്ന് ഡോക്ടർ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് എൻ്റെ നിർബന്ധം കൊണ്ട് ജൂലൈ 1-ാം തീയതി ഡിസ്ചാർജ് എഴുതി വാങ്ങുകയും വീട്ടിൽ ഓക്സിജൻ സിലിണ്ടർ എടുത്തു വെക്കുകയും ഓക്സിജനിലൂടെ ജീവൻ നിലനിർത്തുകയും ചെയ്തു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും എൻ്റെ ഭർത്താവിനെ തിരിച്ചു തന്നാൽ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ സാക്ഷ്യം പറയാം എന്ന് പറയുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു കുഴപ്പമില്ലാതെ എൻ്റെ ഭർത്താവിനെ ദൈവം തിരിച്ചു തന്നു. ദൈവത്തിന് കോടാനുകോടി നന്ദി. കരങ്ങൾ ശക്തമായി അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഇത് സിന്ധു മണി കൊട്ടിയത്ത് നിന്നാണ് ഈ ജീവിത അനുഭവം എഴുതി സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. ഒരു വല്ലാത്ത വിശ്വാസം. കാരണം 48 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നു എന്ന് വൈദ്യശാസ്ത്രം ആ രോഗിക്ക് ജീവൻ്റെ വടി വരയിട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് ആ മകളുടെ വിശ്വാസം ഉണരുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ചെയ്യുക. വീട്ടിൽ കൊണ്ടുവന്ന് 2 നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസത്തെ കണ്ട കർത്താവ്, അവരുടെ വിശ്വാസത്തെ മാനിച്ച ദൈവം ഇന്നും ആ സഹോദരന് ജീവനോടായിരിക്കാൻ കൃപ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കെ ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനും വലുതോ ഇതിന് സമാനമായ ജീവിതത്തിൻ്റെ രോഗക്കിടക്കയിൽ തളർന്നു കിടക്കുന്ന വ്യക്തിയാകാം. നിങ്ങളെ നോക്കി ഒരുപക്ഷെ വൈദ്യശാസ്ത്രം ഇതുപോലുള്ള ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടാകാം. എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു പറയുകയാണ്, നീ ഭയപ്പെടണ്ട, മറിച്ച് നീ എന്ത് ചെയ്യണം? നീ വിശ്വസിക്കുക മാത്രം ചെയ്യണം.
ആ സുവിശേഷ ഭാഗത്തിൽ 5-ാം അധ്യായം 21 മുതൽ തുടങ്ങുന്ന തിരുവചന ഭാഗത്ത് നമ്മൾ കാണുകയാണ്, ജായിറോസിൻ്റെ മകൾ രോഗബാധിതയെ മരണക്കിടക്കയിൽ കിടക്കുക. യേശു അവളെ സുഖപ്പെടുത്താൻ പോകുക. ആ വഴിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനിയും നീ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. നിന്റെ മകൾ മരിച്ചുപോയി, സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി ദൈവത്തിന് പോലും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ രോഗത്തിൽ, എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല എന്നൊരു പക്ഷേ നമ്മൾ തീരുമാനിക്കുന്നുണ്ടാകും. യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ കുടുംബത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തുവെങ്കിൽ ഇത് വിശ്വസിച്ച് നന്ദി പറയുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിലും മഹത്വപ്പെടും. ദൈവം നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ലോകം പറഞ്ഞ, നിന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞ, ഈ സമൂഹം പറഞ്ഞ എല്ലാ വാക്കുകളെയും നിഷ്കാസനം ചെയ്ത് തൂത്തുമാറ്റിക്കൊണ്ട് നിന്റെ മേൽ ഒരു അനുഗ്രഹമോ ഒരു കൃപയോ ഒരു സൗഖ്യമോ ദൈവത്തിന് തരാൻ പറ്റും. 2 കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. 2 കരം ഉയർത്തുക. ആ ജീവിക്കുന്ന ദൈവത്തെ വിളിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ രോഗപീഠകളിലേക്ക്, തകർച്ചകളിലേക്ക്, കണ്ണുനീരിലേക്ക് യേശു ഇറങ്ങി വരട്ടെ. യേശു നിന്നോട് പറയുന്നു, നീ ഭയപ്പെടണ്ട. നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ യേശു ഈ രാത്രി പറയുക, പ്രിയ ദൈവ പൈതലേ, നീ ഭയപ്പെടണ്ട, വിശ്വസിക്കുക, നീ തളർന്നു പോകരുത്. ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. എല്ലാ രോഗികളും പ്രാർത്ഥിക്കട്ടെ. കുടുംബാംഗങ്ങൾ അവരുടെ രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ഒരു അത്ഭുതം ഈ രാത്രി നീ എനിക്കായി ചെയ്യണമേ. എന്റെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ കർത്താവേ. ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി അവിടുന്ന് ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്നടിച്ച്, ശക്തമായിട്ട് കരങ്ങളടിച്ച്. അതെ, ഈ ആരാധനയെ നിങ്ങൾ ഓർക്കണം. ഇതാ ജീവിക്കുന്ന ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ പ്രവർത്തിക്കുക. നമ്മളുടെ സങ്കടങ്ങളില്, പരാജയ കാരണങ്ങളില്, തകർച്ചയില്, കടഭാരത്തില്, സാമ്പത്തിക പ്രതിസന്ധിയില്, മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകളില് ലോകം നിന്നെ നോക്കി പറഞ്ഞ പരാജയത്തിന്റെ വാക്കടമേ, ഈ രാത്രി സ്വർഗത്തിന്റെ ദൈവം ഒരു വിജയം നൽകാൻ ആഗ്രഹിക്കുന്നു. കരമുയർത്തി യേശുവേ ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ച്, യേശുവേ, ഹല്ലേലൂയ, 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 ആരാധിക്കുന്നു. എല്ലാ പരാജയങ്ങളെ ഓർത്ത് ആരാധിക്കുക, രോഗങ്ങളെ ഓർത്ത് ആരാധിക്കുക, തകർച്ചകളെ ഓർത്ത് നന്ദി പറയുക. നിന്റെ ദൈവം വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഹല്ലേലൂയ, കരങ്ങളടിച്ച് വീണ്ടും ചേർന്ന് പാടാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ആകുലമോ കരങ്ങളൊന്നുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. കരങ്ങളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ചങ്കലുകളുടെ മുമ്പില് ഒരുപക്ഷെ തളർന്നുപോയ ജീവിതമാകാം. മറുകര പ്രാപിക്കാൻ വഴി കാണാതെ ജീവിതത്തില് പകച്ചു നിൽക്കുന്നവരാകാം നമ്മൾ.
നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ചെങ്കടൽ പോലെ ഉയർന്നു നിൽക്കുന്ന അനേകം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആ ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം എത്തിയപ്പോ മോശയോട് ദൈവം പറഞ്ഞു, മോശയെ നിന്റെ കരം ചെങ്കടലിന്റെ മേൽ ഉയർത്ത്. പ്രിയ സഹോദര സഹോദരി, ഈ രാത്രിയില് നിന്റെ പ്രശ്നത്തെ നോക്കി കരഞ്ഞു തളരേണ്ട വ്യക്തിയല്ല നീ. നിന്റെ പ്രശ്നങ്ങളുടെ മേൽ നിന്റെ കരമുയരട്ടെ, നിന്റെ കരമുയരട്ടെ. കരമുയർത്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 ചെങ്കടൽ വിഭജിക്കുന്ന അങ്ങയുടെ കരം ഇപ്പോൾ ഈ ആരാധന മധ്യേ ഈ സമൂഹത്തിന്റെ മേൽ നീട്ടണമേ. യേശുവേ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് വീണ്ടും ശക്തമായി ആരാധിക്കും. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ? ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവോ? പതറുവതോ മനമേ? ചെങ്കടൽ മീതെ കൈ നീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ഒന്ന് വിശ്വാസത്തോടെ പാടാമോ? ചെങ്കടലിന്റെ കൈ നീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. വഴികൾ തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പ്രിയമുള്ളവരെ, മരുഭൂമിയിലെ പൊള്ളുന്ന വെയിലിൽ ഇസ്രായേൽ ജനം വെന്തുരുകിയപ്പോ അവർ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ചു. ദൈവം പാറ പിളർന്ന് ഇസ്രായേൽ ജനത്തിന് ജലം നൽകി. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ മേൽ ഉയർന്നു നിൽക്കുന്ന പാറകളെ പിളർന്ന് അഭിഷേകത്തിന്റെ നദി ഒഴുക്കുവാൻ, അനുഗ്രഹത്തിന്റെ നദി ഒഴുക്കുവാൻ നിന്റെ ദൈവം ശക്തനാണ്. നിന്റെ ദൈവം സർവശക്തനാണ്. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിയേ, രണ്ട് കരമുയർത്തി, രണ്ട് കരമുയർത്തി. പ്രതികൂലങ്ങളുടെ വാളുകളെ തുറക്കുന്ന ദൈവത്തിന്റെ ശക്തി, നീലവളെ തുറന്നുവിടുന്ന അഭിഷേകത്തിന്റെ ശക്തി. ദൈവമേ, ദൈവമേ, എന്റെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിൽ മഞ്ഞയും കാടപ്പക്ഷിയും ഒരുക്കുന്നവർ, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകുന്ന ദൈവം. നാം ദൈവത്തിന്റെ ജനമാ, ആ ദൈവത്തിന്റെ ജനമാ. ആ ദൈവം നമ്മെ കൈവിടില്ല. അവനെ ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെരീത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിടുന്നോ മനമേ? കിരീടത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിരുന്നോ മനമേ? ആകാശത്തിലെ പറവയിലൂടെ അപ്പം കൊണ്ടുവരും, ദൈവം വിളമ്പിത്തരും. നിന്റെ ദൈവം ആകാശത്തിലെ പറവയിലൂടെ അപ്പം കൊണ്ടുതരും, ദൈവം നിനക്കായി വിളമ്പും. ദൈവം വിളമ്പിത്തരും. കരമുയർത്തിയടിച്ച് തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ഉണർവോടെ, ഉണർവോടെ, ജീവനോടെ വരുതേ, ജീവിത പ്രശ്നങ്ങളെ നോക്കി, രോഗങ്ങളെ ഓർത്തി, തകർച്ചകളെ ഓർത്ത് ദൈവം ചെയ്തിടുമേ.
ദൈവം. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ. പ്രിയരേ, ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാം. കണ്ണുകളടച്ച് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ഈ രാത്രിയിൽ വീണ്ടും നമുക്ക് ആരാധിക്കാം. അവൻ നമ്മുടെ കർത്താവാണ്. എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു ദൈവം. കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വേദനയുടെ നെരുപ്പോടിലൂടെ നീറി നീങ്ങുമ്പോഴും നിന്റെ ദൈവം നിന്റെ ചാരത്തുണ്ട്. അവൻ നിത്യനായ ദൈവമാണ്. അവൻ സൗഖ്യദായകനായ ദൈവമാണ്. ആ സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. 18-ാം സങ്കീർത്തനം 16-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: അവിടുന്ന് ഉന്നതത്തിൽ നിന്നും കൈനീട്ടി എന്നെ പിടിച്ചു. അവിടുന്ന് ഉന്നതത്തിൽ നിന്നും കൈനീട്ടി എന്നെ പിടിച്ചു. ആഴിയുടെ ആഴങ്ങളിൽ ഞാൻ മുങ്ങിത്താണപ്പോൾ അവൻ തൻ്റെ കരം നീട്ടി എന്നെ പൊക്കിയെടുത്തു. അതേ പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ നീ ആലയത്തിലായിരിക്കുമ്പോൾ, ടെലിവിഷൻ്റെ മുൻപിൽ നീ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ നിൽക്കുമ്പോൾ തിരിച്ചറിയണമേ, ഉന്നതത്തിൽ നിന്നും അവൻ തൻ്റെ കരം നീട്ടി നിന്നെ പൊക്കിയെടുത്തതാണ്. ആഴിയുടെ ആഴങ്ങളിൽ പതിച്ച നിന്നെ അവൻ തൻ്റെ കരം നീട്ടി പൊക്കിയെടുത്തതാണ്. ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ, കഷ്ടതകളിലൂടെ, കുടുംബ തകർച്ചകളിലൂടെ, ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നീ. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെ വേദനകൾ നിന്നെ ഒത്തിരിയേറെ ഭാരപ്പെടുത്തുന്നുണ്ടാവാം. ഈ രാത്രിയിൽ നിന്റെ ആ ജീവിതത്തെ ഈശോയ്ക്കൊന്ന് കൊടുക്കാമോ? നിന്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് ചേർത്ത് വെക്കാമോ? അവൻ നമ്മുടെ സൃഷ്ടാവാണ്. അവൻ നമ്മുടെ കർത്താവാണ്. അവൻ നിത്യനായ ദൈവമാണ്. ഇരുകരങ്ങൾ നമ്മുടെ മാറോട് ചേർത്തൊന്ന് വെച്ച് എൻ്റെ ജീവനും ജീവിതവും പൂർണ്ണമായും യേശുവിൻ്റെ പക്കലേക്ക് ചേർത്ത് വെച്ച് ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ നമുക്ക് പാടിക്കടന്നു പോകാം. എൻ്റെ യേശു എനിക്ക് മതിയായവൻ, എൻ്റെ യേശു എന്നെ അറിയുന്നവൻ, സൗഖ്യദായകനായ ദൈവം ഇതാ ഇപ്പോൾ നമ്മുടെ അരികിലൂടെ അവൻ കടന്നു വരുന്നു. എന്നെ കാണുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം, അവൻ എൻ്റെ ചാരയുണ്ട്. ആ യേശുവിൻ്റെ തിരുമുഖം കണ്ടുകൊണ്ട് സ്നേഹത്തോടെ അവനെ അരികിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുക. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനെ, വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ ദായകനെ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ പരിശുദ്ധനെ ഒന്ന് വിളിച്ച് ആരാധിക്കുക. വീണ്ടും ആ നല്ല ദൈവത്തിൻ്റെ സ്നേഹം ഈ രാത്രിയിൽ നമുക്കൊന്ന് തിരിച്ചറിയാം. അവൻ എൻ്റെ കോട്ടയാണ്, അവൻ എൻ്റെ സങ്കേതമാണ്, എൻ്റെ ഏക ആശ്രയം എൻ്റെ ദൈവമാണ്.
ഒരുപക്ഷെ ജീവിതത്തിൽ തകർന്നു പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ, വീണു പോകാമായിരുന്ന ഇടങ്ങളിൽ എന്നെ താങ്ങി നിർത്തിയത് എൻ്റെ ഏക ആശ്രയം എൻ്റെ യേശുവായിരുന്നു. അതേ പ്രിയരെ, ഈ രാത്രിയിലും ആ ദൈവം നിന്നെ കാണുന്നുണ്ട്. ഈ രാത്രിയിൽ ആ ദൈവം നിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. എൻ്റെ യേശുവേ, എൻ്റെ അരികിലേക്കൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. സകല ശത്രുവിൽ നിന്നും നിന്നെയും നിന്റെ കുടുംബത്തെയും നമ്മെ പൂർണ്ണമായും പൊതിയുന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ കോട്ട അതെൻ്റെ രക്ഷകനായ യേശുവാണ്. ആ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധനെ അവനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. അങ്ങേ വാഴ്ത്തിയിടും എന്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്ന ദൈവമേ, വാഴ്ത്തുന്ന ദൈവമേ, നിന്റെ സാന്നിധ്യം നൽകണമേ. ഈ ജീവിതങ്ങളുടെ മേൽ, തകർന്നു പോയ ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ നിന്റെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാമോ? ജീവനും ജീവിതവും കൊടുത്തൊന്ന് ആരാധിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിച്ചൊന്ന് ആരാധിക്കാമോ? യേശുവേ, 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 യേശുവേ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നല്ല ദൈവമേ, ആരാധിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. എൻ്റെ യേശുവേ, ഈശോയോട് നമുക്ക് പറയാം, ഞാൻ പോകേണ്ട വഴി നീ എനിക്ക് കാണിച്ചു തരണം. പ്രിയരെ, ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നമ്മളൊക്കെ തിരഞ്ഞെടുത്ത വഴി ഒരുപക്ഷെ പരാജയത്തിൻ്റെതായിരിക്കാം. നിന്റെ പഠനം, നീ തിരഞ്ഞെടുത്ത ബിസിനസ്, നീ ആരംഭിച്ച ബിസിനസ്സുകളൊക്കെ ഒരുപക്ഷെ പരാജയത്തിലേക്ക് പോയിട്ടുണ്ടാവാം. പ്രിയരെ, നമ്മൾ തിരഞ്ഞെടുക്കുന്നതെല്ലാം മാനുഷികമാണ്. എന്നാൽ ഈശോയോട് ഈ രാത്രിയിൽ നീ പറയുക, എൻ്റെ ഈശോയെ, ഞാൻ പോകേണ്ട വഴി നീ എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് നീ എൻ്റെ വഴി കാണിച്ചു തരണമേ. നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ നല്ല ദൈവത്തെ വിളിച്ച് വീണ്ടും നമുക്ക് ഈ വരികൾ പാടി ആരാധിക്കാം. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. ഇരുകരങ്ങളും ഉയർത്തി വിളിക്കാം യേശുവിനെ. പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നു. എൻ്റെ നല്ല ദൈവമേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. പരിശുദ്ധനെ വിളിക്കുന്നു. പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നു.
പരിശുദ്ധനായ ദൈവത്തെ, അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. എൻ്റെ യേശുവേ, ഈ രാത്രിയിൽ നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനമായ ജീവിതങ്ങളെ നീ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹത്തോടെ യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതം സമർപ്പിച്ച്, നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച്, എൻ്റെ യേശുവേ, നിന്റെ ഹിതം എന്റെ നിറവേറത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എന്റെ വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കൃപ ഇറങ്ങട്ടെ, ദൈവകൃപ നമ്മിൽ നിറയട്ടെ, ദൈവിക സാന്നിധ്യം നമ്മൾ നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, എല്ലാ ജീവിതങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ, തളർന്നു പോയ വ്യക്തികൾ അഭിഷേകം പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഓ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ആ സ്നേഹം മതി, ആ സ്നേഹം മതി, ആ സ്നേഹം മതി എനിക്ക്. ഹല്ലേലൂയ. ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഉയർത്തി യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുക. എന്റെ ദൈവമേ എന്ന് വിളിച്ച് ആരാധിക്കുക. തകർന്നുപോയ ജീവിതങ്ങളുടെ മേൽ, തകർന്നുപോയ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. സ്തുതിക്കുന്ന ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്ന് നിറയും. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ദൈവമേ, എന്നെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ നീ ഒന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ തകർച്ചകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഉച്ച മുതലുള്ള കാല് വരെ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളും കോശങ്ങളിലും പരിശുദ്ധനായവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. യേശു ഇവിടെയുണ്ട്, യേശു ഇവിടെയുണ്ട്, യേശു നിന്റെ തൊട്ടടുത്തുണ്ട്. ആ യേശുവിനെ സ്വീകരിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുക. സിയോൻ പർവ്വതത്തിൽ വെളിപ്പെട്ട അതേ സാന്നിധ്യം പ്രിയമുള്ളവരെ ഇവിടെ നിറഞ്ഞു നിൽക്കുക. ജീവിതം സമർപ്പിക്കുക. പരിശുദ്ധനായവൻ്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിക്കുക. കർത്താവേ, നിന്റെ പരിശുദ്ധിയും നിന്റെ വിശുദ്ധിയും എന്നിലേക്ക് ഒഴുക്കണമേ. നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അന്ത്യത്തോളം നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നിന്നോടൊപ്പം ആയിരിക്കുവാൻ. യേശുവേ, 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 നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. വലതുവരോടത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയുന്നു ഹല്ലേലൂയ. സന്തോഷത്തോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം.